പ്രയത്നത്തിലാണ്. ഇതിൽ നമ്മൾ വിജയിച്ചേ മതിയാവൂ. വിജയിക്കും, അതിന് യാതൊരു സംശയവുമില്ല. അത്രയും നല്ല ഒരു കൺസെപ്റ്റിലും കമ്പനിയിലുമാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഞാൻ ഏതായാലും എന്നെ ഒന്ന് വളരെ മനോഹരമായിട്ട് വിനീഷ് സാറ് എന്നെ പരിചയപ്പെടുത്തി. എന്നാലും ഞാൻ ഒരിക്കൽ കൂടി എന്നെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. പേര് പ്രദീപ് എന്നാണ്. കണ്ണൂര് ആലക്കോട് കരുവഞ്ചാലിൽ താമസിക്കുന്നു. ഈ ബിസിനസ്സിൽ വരുന്നതിന് മുമ്പ് പല മേഖലയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരേ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, ജീവിതത്തിൽ വിജയിക്കുക, സമ്പത്ത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ 2005 ഒരു ബിസിനസ് കരുവഞ്ചാലിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു. അത് ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആയിരുന്നു. അതായത് പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാൻസി സ്റ്റേഷനറി ഫുഡ്വെയർ ഒക്കെ ആയിട്ടൊരു ഷോപ്പ്. നല്ല കച്ചവടം ഉണ്ടായിരുന്നു. വളരെ ആവേശത്തോടു കൂടി ചെയ്തു. കേരളം പുറത്തുനിന്നും കേരളത്തിലെ പല സിറ്റികളിൽ നിന്നൊക്കെ പ്രോഡക്റ്റ് സംഘടിപ്പിച്ച് കടയിൽ കൊണ്ടുവന്ന് വിറ്റ് ലാഭം ഉണ്ടാക്കിയ ആദ്യത്തെ 1-2 വർഷം വളരെ നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് പോയി. നല്ല ലാഭം ഉണ്ടായിരുന്നു. പക്ഷേ പോലെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാർ ഷോപ്പ് പുതിയ പുതിയ തുറന്നു വന്നു. സെയിം പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കറിയാലോ, നമ്മുടെ ബിസിനസ് കച്ചവടം കുറഞ്ഞു കുറഞ്ഞു വന്നു. അങ്ങനെ ഏതായാലും ഒരു 10 വർഷത്തോളം, ഏകദേശം 9 വർഷം ഉരുട്ടിക്കൊണ്ട് പോയി. ആദ്യത്തെ 2-3 വർഷം നല്ല ലാഭം ഉണ്ടെങ്കിലും പിന്നീട് വളരെ കഷ്ടിച്ച് ഉരുട്ടിക്കൊണ്ട് പോകാന്ന് മാത്രം പറയാം. അങ്ങനെ 2014 ഡിസംബറോടുകൂടി ഞാൻ ആ ബിസിനസ് ഒഴിവാക്കുകയും, ഈ ബിസിനസ്സിലൂടെ മാത്രം മുന്നോട്ട് പോയാൽ വിജയിക്കാൻ പറ്റില്ല. കുട്ടികളൊക്കെ പഠിച്ചു വരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞ് +1-ലെത്തി. അപ്പോൾ ഈ രീതിയിൽ പോയാൽ വിജയിക്കാൻ പറ്റില്ലെന്ന് വിചാരിച്ചുകൊണ്ട് മറ്റേതെങ്കിലും മേഖല തിരഞ്ഞെടുക്കണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന സമയത്താണ് എൻ്റെ കയ്യിൽ ഒരു പരിചയമില്ലാത്ത രീതിയിൽ ഉള്ള ഒരു ബിസിനസ്സിനെ കുറിച്ച് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടി വന്നു. അത് ഒരു നല്ല കമ്പനി ആയിരുന്നു, നല്ല പ്രോഡക്റ്റ് ആയിരുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പം ഏതായാലും പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചു, നല്ലതാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ ആ കമ്പനിയിൽ ജോയിൻ ചെയ്ത് ചെയ്യുന്നിടത്ത് ആത്മാർത്ഥമായിട്ട് ബിസിനസ് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശമാണ് എൻ്റെ. അപ്പൊ അങ്ങനെ അവിടെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു 4-5 വർഷം അവിടെ വർക്ക് ചെയ്തു. കൊറോണ 2019 കൂടി വന്നു. അങ്ങനെ വീട് വിസിറ്റ് ചെയ്യുകയോ ആൾക്കാർക്ക് ക്ലാസ് കൊടുക്കുകയോ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാനോ ഒന്നും പറ്റാത്ത വന്ന് അങ്ങനെ നമ്മുടെ ബിസിനസ്സിനെ കാര്യമായിട്ട് ബാധിക്കുകയും, അങ്ങനെ ആ ബിസിനസ് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് പിന്നീടുണ്ടായ സാഹചര്യങ്ങൾ. അങ്ങനെ ഇനി എന്ത് ചെയ്യണമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ വേറൊരു ഷോപ്പ് ഞാൻ ഇടയ്ക്ക് നമ്മുടെ വെൽനസിന്റെ പ്രോഡക്റ്റ് ഒക്കെ ആയിട്ടൊരു ഷോപ്പ് സംഘടിപ്പിച്ചിരുന്നു. അത് വലിയ കച്ചവടമൊന്നുമില്ല, എന്നാലും അവിടെ പോയിരിക്കും, വീട്ടിൽ വരും, അങ്ങനെ അങ്ങ് പോകുന്ന ഒരു സമയത്താണ് ഒരു പുതിയ പ്രോഡക്റ്റിനെ കുറിച്ച് കേൾക്കാൻ അവസരം കിട്ടിയത്. അതായത് ബയോമാഗ്നറ്റിക് മാട്രസ് ആൻഡ് പില്ലോ പാഡ് എന്നൊക്കെ പറഞ്ഞ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഇത് നല്ലതാണ്, അദ്ദേഹം ഉപയോഗിച്ച് എൻ്റെ റിസൾട്ട് പറഞ്ഞു. എനിക്ക് അത്ഭുതമായിട്ട് തോന്നി, പക്ഷെ വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് മരിക്കാൻ കിടന്ന ഒരാള് ഒരു പുനർജന്മം കിട്ടുക എന്ന് പറയുമ്പോൾ ഒരു അത്ഭുതമായിട്ട് തോന്നി. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കണമെന്ന് തോന്നി. അങ്ങനെ അതിനെക്കുറിച്ച് മനസ്സിലാക്കി അത് ശരിയാണെന്ന് ബോധ്യം വന്നപ്പം ഒരു ID അദ്ദേഹം തന്നെ ക്രിയേറ്റ് ചെയ്തു തന്നു. അങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ആ ബിസിനസ് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത സുഹൃത്തായ ബിനു സാർ എന്ന് പറയും, കരിഞ്ചാലിൽ തന്നെയുള്ള, അദ്ദേഹത്തിന്റെ കൂടെ ജോയിൻ ചെയ്ത് പ്രവർത്തിച്ചു. ആദ്യത്തെ വർഷം തന്നെ കുഴപ്പമില്ലാത്തൊരു വരുമാനം വാങ്ങാൻ പറ്റി. അതായത് ഈ ബിസിനസിന്റെ ഒരു പ്രത്യേകത എനിക്ക് മനസ്സിലായത്, അന്ന് ഞാൻ കണ്ണൂർ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തു. അന്ന് ഒരു മാഡമായിരുന്നു കോഴിക്കോട്. ആ മാഡത്തിന്റെ പേര് ഞാൻ ഇപ്പൊ ഓർമ്മിക്കുന്നില്ല. ഏതായാലും ഇപ്പോഴും ടീമിലുണ്ട്. ഷംന എന്നാണോ എന്നൊരു സംശയമുണ്ട്. എനിവേ, ആരാണേലും അന്നത്തെ അവരുടെ ക്ലാസ് എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. ആ മാഡം പറഞ്ഞു, ഏകദേശം പുള്ളിക്ക് ഇങ്ങനെ നടുവേദനയായിട്ട് പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചു, ഒരാഴ്ച കൊണ്ട് മാറ്റം വന്നു. അതിലൂടെ ഏകദേശം 2.25 ലക്ഷം രൂപ ഇതിനകത്തൂടെ അച്ചീവ് ചെയ്തു. അടുത്ത ദിവസം തന്നെ 3 ലക്ഷം അച്ചീവ് ചെയ്യും എന്ന് പറഞ്ഞു. 3 മാസത്തിനുള്ളിലാണ്. അപ്പൊ എനിക്കൊരു ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. അന്ന് ഞാൻ ഒരു തീരുമാനം എടുത്തു. എന്റെ കൂടെ വന്നവരോട് ഞാൻ പറഞ്ഞു, ഈ മാസം ഞാൻ 25,000 രൂപ ഈ ബിസിനസ്സിലൂടെ അച്ചീവ് ചെയ്യുന്നു. ആ പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് ആ മാസം തന്നെ 24,750 രൂപ അച്ചീവ് ചെയ്തുകൊണ്ടാണ് ഈ ബിസിനസ് ഞാൻ സീരിയസ് ആയിട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. അന്ന് മുതൽ ചെയ്യാൻ തീരുമാനിച്ചു.
ഒരു 1.5 വർഷം കൊണ്ട് തന്നെ ഒരു 10 ലക്ഷം രൂപ അധികമായിട്ട് ഇപ്പോൾ ഈ ബിസിനസ്സിലൂടെ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി. അങ്ങനെ മനോഹരമായ ഒരു നല്ലൊരു കൺസെപ്റ്റ്, നല്ലൊരു കമ്പനി, അതാണ് നമ്മുടെ ഈ ബൈ ടൂറിയം എന്ന് പറയുന്ന കമ്പനി. ഇന്ന് ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരുടെയും ലക്ഷ്യം അത് തന്നെയായിരിക്കും. ഈ ബിസിനസ്സിലൂടെ എങ്ങനെയാണ് സമ്പത്ത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും എല്ലാവരും കൂടുതൽ ചിന്തിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത്. ആരോഗ്യം പ്രധാനപ്പെട്ടതാണ്. അതിന് ഏറ്റവും മനോഹരമായ ഒരു പ്രോഡക്റ്റ് ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇന്ന് ഹോസ്പിറ്റലുകളിൽ നമുക്കറിയാം, ഒരുപാട് ഹോസ്പിറ്റലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അസുഖം വന്നവിടെ ആൾക്കാർ ഇൻഷുറൻസ് പോളിസി എടുത്തു വെച്ചിരിക്കുകയാണ്. പൈസ അത് ഒരു വർഷം 15,000, 20,000, 50,000 ഒക്കെ കൊടുത്തുകൊണ്ട് അസുഖം വന്നോട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്ന പോലെ നമുക്ക് തോന്നിപ്പോകും. അങ്ങനെ ആസ്പത്രിയിൽ ഓടി അവർ മരുന്ന് മേടിച്ച് വീണ്ടും വീണ്ടും രോഗികളാകുന്ന ഒരു അവസ്ഥയിലാണ്. നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ലൈഫ് ടൈം ഒന്ന് വാങ്ങിയാൽ തന്നെ അത് വാങ്ങി കൃത്യമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ ആരോഗ്യമായിട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ളതിന് ഏറ്റവും ഉദാഹരണമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ. അതിലൂടെ നമുക്ക് ഒരുപാട് റിസൾട്ട് ഞാൻ കൊടുത്ത പ്രോഡക്റ്റിലൂടെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ കേൾക്കുന്ന എല്ലാവർക്കും അത് ആ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതിപ്പോൾ നമുക്ക് ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കണമെന്നറിയാം നമ്മുടെ പ്രോഡക്റ്റിലൂടെ. അതിലുപരി ആരോഗ്യത്തെക്കാൾ കൂടുതൽ മനുഷ്യൻ ഇന്ന് ചിന്തിക്കുന്നത് സമ്പത്തിനെ കുറിച്ചാണ്. കാരണം എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്. നമ്മൾ ജീവിക്കുമ്പോഴേ നമ്മൾ ഓരോ ദിവസം സ്വപ്നം കണ്ടുകൊണ്ടാണ് അടുത്ത ഇന്ന് എന്ത് ചെയ്യണം, അല്ലെ ഇന്ന് വരുമാനം നമുക്ക് കിട്ടണം, അല്ലെ ഈ വരുമാനം കൊണ്ട് എന്ത് ചെയ്യണം, മക്കളെ പഠിപ്പിക്കണം, അവരെ രക്ഷപ്പെടുത്തണം, നമുക്ക് വീട് വേണം, വണ്ടി വേണം, നല്ല ജീവിത ലൈഫ് സ്റ്റൈല് മെയിൻറ്റെയിൻ ചെയ്യണം. ഇതെല്ലാം ആഗ്രഹിച്ചു പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പണം കൂടിയേ മതിയാവും. അതിനുവേണ്ടിയാണ് എല്ലാവരും നെട്ടോട്ട് ഓടുന്ന. ഒരു പ്രോഗ്രാമിന് കയറാതെയോ അല്ലെ ഒരു സൂം മീറ്റിംഗ് കണ്ടേ അതിൽ പോലും കയറാതെ അവർ രാവിലെ അവരുടെ വർക്കിലോട്ടാണ് പോകുന്നത്. അവരിനെ ഇന്ന് ഒരു 500 രൂപ എങ്ങനെ ഒപ്പിക്കാം എന്നുള്ള രീതിയിലാണ് അവർ ഓടുന്നത്. പക്ഷെ അവരുടെ കയ്യിലിരിക്കുന്ന ഒരു അവസരം എന്താണെന്നുള്ളതിന് തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴേ ആ മാറ്റം ഉണ്ടാകുകയുള്ളൂ എന്ന് ആദ്യമായിട്ട് സൂചിപ്പിക്കുകയാണ്. അത്ര ഒരു നല്ലൊരു കമ്പനിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഒരു കമ്പനിയിൽ നിന്ന് ഒരു ദിവസം 2 പേ ഔട്ട് കൊടുക്കുന്ന കമ്പനി എന്ന് പറയാൻ ആദ്യമായിട്ടാണ് ഞാൻ ഈ കമ്പനിയിലൂടെയാണ് കേൾക്കുന്നത്. വേറെ കമ്പനി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും 24 മണിക്കൂറിനുള്ളിൽ 2 പ്രാവശ്യം വരുമാനം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് ഈ ബൈ ടൂറിയം. കമ്പനിയുടെ ഹെഡ് ഓഫീസ് ബോംബെയിലാണ്. നേരിട്ട് പോയി കാണാൻ പറ്റി, പ്രോഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റി, കമ്പനിയുടെ MD ആയിട്ട് സംസാരിക്കാൻ പറ്റി. ഇതിൽ നമുക്ക് കൂടുതൽ ആത്മാർത്ഥമായിട്ട് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ബോധ്യപ്പെടുന്ന ഒരുപാട് സാഹചര്യം അവിടുന്ന് കിട്ടി. അതുപോലെ നമ്മുടെ ഗ്രേറ്റ് ലീഡർ മനോജ് സാറ്, ഷാജി സാറ്, അതുപോലെ തന്നെ നമ്മളിപ്പോൾ വന്നിരിക്കുന്ന നമ്മുടെ ഈ IBL ഗ്രൂപ്പിന്റെ ശക്തരായ ലീഡേഴ്സ്, ഇവരൊക്കെ നമ്മളിവിടെ ഉണ്ട്. അതിൽ എടുത്തു പറയേണ്ട മിനീഷ് സാറിനെ പോലുള്ള നല്ലൊരു ട്രെയിനർ നമ്മളെ കിട്ടുകയാണ് ഏറ്റവും ഭാഗ്യം. നമ്മളെ എങ്ങനെയാണ് ഒരു നെറ്റ്വർക്കർ പ്രവർത്തിക്കേണ്ടെന്നുള്ള രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള ക്ലാസ്സും എത്രയും പെട്ടെന്ന് ഓരോ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്തിനു വേണ്ടിയാണെന്ന് നമ്മൾ ഈ കേൾക്കുന്ന വ്യക്തികൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം ഇതെല്ലാം ഇത്ര ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ വന്നു ചേരാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം കൂടെ വരുന്ന പല നെറ്റ്വർക്കിലും നമുക്കറിയാം, അവര് ലീഡേഴ്സ് കുറച്ച് പേര് പ്ലാൻ ചെയ്യും, അവരെങ്ങനെയാലും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഫീൽഡിൽ ഓടിപ്പിക്കും, എന്നിട്ട് അവർക്ക് വരുമാനം ഉണ്ടാക്കുന്ന കാര്യം മാത്രമാണ് ചിന്തിക്കുന്നത്. പക്ഷെ നമ്മൾ ഒരിക്കലും ആ ഒരു രീതിയിലുള്ള ബിസിനസ് ഒരിക്കലും നമുക്ക് മുന്നോട്ട് അധികം പോകില്ല എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം നമ്മൾ നമ്മുടെ വിജയത്തിന് വേണ്ടി അല്ല നോക്കേണ്ടത്, നമ്മുടെ കൂടെ വരുന്ന വ്യക്തികളെ എങ്ങനെയാണ് അവരുടെ ആഗ്രഹം അല്ലെ അവരുടെ സ്വപ്നം സബലീകരിക്കാൻ വേണ്ടി നമ്മളെ കഴിയാൻ പറ്റുന്ന എല്ലാ കാര്യവും ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരൊറ്റ കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളും ആ കൂട്ടത്തിൽ ഒരു ഒരു വിജയിയായിട്ട് മാറും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഈ പ്രോഗ്രാമിൽ വന്നിട്ടുള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, നമ്മളെല്ലാവരും ഇതിനകത്ത് ലീഡേഴ്സ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയി കഴിഞ്ഞ് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിസിനസ്സിലൂടെ നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ടീമിനെ ബിൽഡ് ചെയ്യുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളോർക്കും ഒരു ഐഡിയ അടിച്ച ഒരു വ്യക്തിയോട് പ്രോഡക്റ്റ് വാങ്ങി ഇനി നീ ചെയ്തു അല്ലെ വിളിച്ചു ഞാൻ വന്നേക്കാന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു കൂട്ടായിട്ട് വരുന്ന ഒരു വ്യക്തിക്ക് ബിസിനസ് വിജയിക്കാൻ പറ്റില്ല.
പുതിയതായിട്ട് വരുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ച് അദ്ദേഹം അല്ലെ ആ ഒരു വ്യക്തി ഒരു നഴ്സറി സ്റ്റുഡന്റ് ആണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത്. നമ്മൾ എ ഫോർ ആപ്പിൾ എന്ന് പറയും, അല്ലെ ബി ഫോർ ബോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ബി ഫോർ ബൈറ്റോറിയം എന്നുള്ള ഒരു ചിന്തയിലോട്ട് മാറ്റിയെടുക്കാൻ പറ്റണം. നമ്മൾ ആ ബൈറ്റോറിയം എന്ന കമ്പനി എന്താണെന്നും അത് കറക്റ്റ് പറഞ്ഞു കൊടുത്ത് റിപ്പീറ്റേഷൻ ബൈ റിപ്പീറ്റേഷൻ ഉള്ളിൽ നമുക്ക് കാര്യങ്ങൾ ഒരാളുടെ ഉള്ളിലോട്ട് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പം അവരെ എങ്ങനെയാണ് ഈ കമ്പനിയെ കുറിച്ച് ബോധ്യപ്പെടുത്തുക, പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ പഠിപ്പിക്കുക, ഫോളോ അപ്പ് ചെയ്യുക എന്ന് ആ ഒരു ഡിസ്ട്രിബ്യൂട്ടറെ നമ്മൾ ശരിക്കും പഠിപ്പിച്ച് അവരെ സ്വന്തം അവർക്ക് മാറ്റം ഉണ്ടാക്കി എടുക്കുമ്പോൾ മുതലാണ് അവർ നമ്മുടെ ഒരു ടീമിലെ ആക്റ്റീവ് മെമ്പറായി മാറുന്നത്, നമ്മുടെ അസോസിയേറ്റ് ആയി മാറുന്നത്. ആ അസോസിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിക്ക് അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ ഇപ്പോഴത്തെ ബിസിനസ് പ്ലാൻ അനുസരിച്ച് നമുക്ക് ഫസ്റ്റ് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് 500 രൂപ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നു. അത് തന്നെ അവർക്കൊരു ചേഞ്ച് ആയിരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻകം ആണ് ഫാമിലി ഇൻകം. ആ ഫാമിലി ബോണസ് അച്ചീവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതും ആ ഫാമിലി ബോണസ് എത്രയും പെട്ടെന്ന് ഒരു ക്രൈറ്റീരിയ അച്ചീവ് ചെയ്ത ഒരു വ്യക്തിയെ കൊണ്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവർക്ക് ഒരു ഫാമിലി ബോണസ് അച്ചീവ് ചെയ്ത് കൊടുപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അങ്ങനെ ആയിരിക്കണം. അവിടെ മുതലാണ് അവർക്ക് മാറ്റം ഉണ്ടാകുന്നത്. അതിനുവേണ്ടി ഓരോ ഡിസ്ട്രിബ്യൂട്ടറും മാറാൻ തയ്യാറായിരിക്കുകയും അതുപോലെ അവരെ മാറ്റിയെടുക്കാൻ തയ്യാറായിരിക്കുകയും നമ്മൾ വേണം. അതാണ് നമ്മൾ മിനീഷ് സാറിന്റെ മുമ്പിലത്തെ ക്ലാസ്സിലൊക്കെ വളരെ ഇങ്ങനെയൊന്നും ഇതിനു മുമ്പ് ഞാൻ ചെയ്ത നെറ്റ്വർക്ക് കമ്പനിയിലൊന്നും കാര്യങ്ങളൊന്നും പറഞ്ഞു തന്നിട്ടുള്ള ആൾക്കാരില്ല. അത് ലിസ്റ്റ് ഇടുക, ലിസ്റ്റ് നമ്മൾ ഗ്രൂപ്പിലൂടെ ഇടിയിക്കുക, അതൊക്കെ വളരെ നല്ല കാര്യമായിരുന്നു. പക്ഷെ ആ ലിസ്റ്റൊക്കെ ഇട്ടത് അവിടെ കൊണ്ട് തീർന്നു എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. ആർക്കോ വേണ്ടി നമ്മളൊരു ലിസ്റ്റ് അല്ലെങ്കിൽ മിനീഷ് സാറിനോ അല്ലെ അതുപോലെ അപ്ലൈൻ ലീഡേഴ്സ് പറഞ്ഞത് അനുസരിച്ചില്ല എന്ന് വിചാരിക്കേണ്ട എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ലിസ്റ്റ് ഉണ്ടാക്കി. പക്ഷെ അതിന്റെ ബാക്കി ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എപ്പോഴും മനസ്സിലാക്കാൻ പറ്റിയത്. ഈ ലിസ്റ്റ് ഇടിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റ് ഇടിക്കുന്ന ആക്ച്വലി നമ്മൾ പോയിരുന്ന ഒരു അപ്ലൈൻ ലീഡർ പോയിരുന്ന ആ ഡിസ്ട്രിബ്യൂട്ടറെ വീട്ടിൽ പോയിരുന്ന അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് ആലോചിച്ച് വേണം ലിസ്റ്റ് ഇടേണ്ടത്. ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ലിസ്റ്റിൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. അതിനകത്തുനിന്ന് നമ്മൾ കണ്ടുപിടിക്കണം അവരിലൂടെ പുതിയ ഡിസ്ട്രിബ്യൂട്ടറിലൂടെ ആരാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട വ്യക്തി, ആരെയാണ് ആദ്യം ഫസ്റ്റ് പ്ലേസ് ചെയ്യേണ്ടത്, ആർക്കാണ് ഇൻകം അത്യാവശ്യമായിട്ടുള്ളത്, ആർക്കാണ് ഒരു ബിസിനസ് ഏറ്റെടുക്കാൻ കപ്പാസിറ്റി ഉള്ളത്. ഇതൊക്കെ നമ്മൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അത് നോട്ട് ചെയ്തിട്ട് ആ 1 or 2 പേരെ മാത്രം ആദ്യം ഫോക്കസ് ചെയ്ത് നമ്മൾ അവർക്ക് വേണ്ടി വർക്ക് ചെയ്ത് ആ 2 പേരെ നമ്മൾ അപ്ലൈൻ ലീഡേഴ്സ് കണ്ടുപിടിച്ച് അവരുടെ ലെഫ്റ്റും റൈറ്റും അതായത് ജീനിയസ് ലും വിന്നർ സൈഡിലുമായിട്ട് പ്ലേസ് ചെയ്തുകൊണ്ട് അവരിലൂടെ ബിസിനസ് കൊണ്ടുവരിക. അങ്ങനെ ആ ഫാമിലി ബോണസ് അച്ചീവ് ചെയ്യുക. ഈ ഫാമിലി ബോണസ് അച്ചീവ് ചെയ്യുന്ന എപ്പോഴും ഓടി ഒരു ഡിസ്ട്രിബ്യൂട്ടർ വന്ന പാട് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതിനുവേണ്ടി ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത ഒരു ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ച് അത് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരെ കൊണ്ട് പർച്ചേസ് ചെയ്യിക്കണം. അതായത് ബിസിനസ്സിൽ എൻ്റർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഏതൊരു മേഖലയിൽ ഏത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ അതിന് പൈസ മുടക്കിയേ തീരൂ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ 10 കോഴിയെ വളർത്തണമെങ്കിൽ കോഴിയെ വാങ്ങണം. ഒരു ആടിനെ വളർത്തി അതിൽ നിന്ന് വരുമാനം എടുക്കുന്ന ആടിനെ വാങ്ങണം. പശുവിനെ വാങ്ങണമെങ്കിൽ പശുവിനെ വാങ്ങണം. അതല്ല ഒരു ഓട്ടോറിക്ഷ വാങ്ങി ഓടിച്ച് പൈസ ഉണ്ടാക്കണേ ഓട്ടോറിക്ഷ വാങ്ങണം. ഇതിനെല്ലാം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേ മതിയാവൂ. അപ്പൊ ഈ ബിസിനസ്സിലൂടെ വിജയിക്കണമെങ്കിൽ നമുക്കൊരു ചെറിയ ഇൻവെസ്റ്റ്മെന്റ് വേണം. ആ ഇൻവെസ്റ്റ്മെന്റ് ആ ഒരു വിത്തിടൽ നമുക്ക് അതിനെ പറയാം. ആ ഒരു വിത്ത് നമുക്ക് ഇടാനുള്ള ഒരു മനസ്സ് എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സും കാണിക്കണം എന്നുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഒരു 2 പ്രോഡക്റ്റ്, അത് 16,500ന്റെ 2 പ്രോഡക്റ്റ് ഓരോ വ്യക്തികളും വാങ്ങി അവരുടെ കസ്റ്റഡിയിൽ വെക്കണം. അതിലൂടെ ബിസിനസ് വളർത്തണമെന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഒരു ടീം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്ലൈന്റെ സപ്പോർട്ടോട് കൂടി നമുക്ക് ഒരു ബിസിനസ് വന്നു കഴിഞ്ഞാൽ പുതിയ ഡിസ്ട്രിബ്യൂട്ടറുടെ അതിനുള്ള പൈസ ഉണ്ടായിരിക്കണം. അതായത് ഒരു 33,000 രൂപ. അത് നമുക്കറിയാം ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം നമുക്കൊരു 500 രൂപ വരുമാനമുള്ള ഒരു ജോലിക്ക് വേണ്ടി നമ്മൾ വേണേൽ 1 ലക്ഷമോ 2 ലക്ഷമോ വേണേൽ മുടക്കും. അല്ലെ ഒരു ഷോപ്പ് ഇടും, അല്ലെ സാധനങ്ങൾ വാങ്ങും, അല്ലെ വണ്ടി വാങ്ങും, അല്ലെ ആട് വാങ്ങും, പശുവിനെ വാങ്ങും. ഇതിനൊക്കെ നമ്മൾ പൈസ മുടക്കും. എന്നിട്ട് നമ്മൾ പണിയെടുത്തു കഴിഞ്ഞാലേ നമുക്ക് വരുമാനം കിട്ടുള്ളൂ. ഒരു ജോലിക്ക് വേണ്ടി നമ്മൾ പൈസ കൊടുത്ത് 2 ലക്ഷമോ 5 ലക്ഷമോ കൊടുത്ത് നമ്മൾ ഒരു മാസം വർക്ക് ചെയ്ത് കഴിഞ്ഞ് 30 ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞാണ് 31ാമത്തെ ദിവസം അല്ലെങ്കിൽ 1-ാം തീയതി 2-ാം തീയതി നമുക്ക് ശമ്പളം കിട്ടുന്നത്. അതുവരെ ശമ്പളമില്ല. അപ്പൊ അത്രയും ദിവസം നമ്മൾ വർക്ക് ചെയ്യണം. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വേണം. നമ്മൾ പ്രോഡക്റ്റ് വാങ്ങി
വെക്കുന്നത് മുതൽ നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, എന്നിട്ട് വർക്ക് ചെയ്യുക. അപ്ലൈനെ ഉപയോഗിക്കുക, നമ്മൾ ബിസിനസ് പഠിക്കുക, പഠിച്ചപാട് ആരോടും പോയി ബിസിനസ് പറയണ്ട. നമ്മൾ അപ്ലൈൻ്റെ സപ്പോർട്ടോടു കൂടി അപ്ലൈൻ അതിന് വേണ്ട കാര്യം ചെയ്തു തരും. അപ്ലൈനെ കൂട്ടിപ്പോയി ബിസിനസ് ബിൽഡ് ചെയ്യുക. അങ്ങനെ ഒരു ബിസിനസ് വന്നാൽ തന്നെ നമ്മുടെ കയ്യിലുള്ള ഈ 33,000 രൂപ ഉണ്ടെങ്കിൽ അത് ഒരു പ്രോഡക്റ്റ് വിന്നർ സൈഡിൽ ബിസിനസ് നടന്ന ജീനിയസ് സൈഡിൽ നമ്മൾ പ്ലേസ് ചെയ്തുകൊണ്ട് ഒരാളെ സപ്പോർട്ട് ചെയ്യാനും പറ്റും. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഒരു ഫാമിലി ബോണസ് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ ഫാമിലി ബോണസ് പ്രകാരം നമുക്ക് 6,750 ഫാമിലി ബോണസും പ്ലസ് 1000 രൂപ അവയർനെസ് ബോണസുമായിട്ട് 7,750 രൂപ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 2 പ്രാവശ്യം ആ പൈസ അങ്ങനെ ഫാമിലി ബോണസ് ഒരു പുതിയ ഡിസ്ട്രിബ്യൂട്ടർ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 30,000 മുകളിൽ 30,500 രൂപ. ടാക്സ് എല്ലാം കഴിഞ്ഞാൽ പോലും 30,000 രൂപ നമ്മുടെ അക്കൗണ്ടിൽ വരുന്നുണ്ട്. അതിപ്പോൾ ലോൺ എടുത്തു കഴിഞ്ഞാലും അല്ലാതെയാണെങ്കിലും നമ്മൾ സ്വന്തം എവിടുന്നേലും കടം വാങ്ങി വെച്ചാൽ ഈ പൈസ കൊണ്ട് നമുക്ക് 30,000 രൂപ ഒരു 3 മാസത്തേക്ക് ലോൺ എടുത്താൽ പോലും നമുക്ക് ഒരാഴ്ച അല്ലെ 2 ആഴ്ച കൊണ്ട് ആ പൈസ തിരിച്ചടയ്ക്കാൻ പറ്റും. അല്ലെ അതിന്റെ ലോണിന്റെ ഇൻട്രസ്റ്റ് അടച്ചുകൊണ്ട് നമുക്ക് ഈ പൈസ റൊട്ടേറ്റ് ചെയ്ത് ബിസിനസ് ചെയ്യുവാണെങ്കിൽ ഫാമിലി ബോണസ് അടിക്കുക എന്നുള്ളത് റെഗുലറായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. അതിന് യാതൊരു സംശയവുമില്ല. നമ്മൾക്ക് ഓരോ ആഴ്ചയിലും നമ്മൾ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഫസ്റ്റ് മന്തിൽ തന്നെ നമ്മൾ തീരുമാനിക്കണം. ഒരു പുതിയ ഡിസ്ട്രിബ്യൂട്ടർ ക്രൈറ്റീരിയ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ മാസം ചെയ്യാൻ പോകുന്ന അല്ല ആദ്യത്തെ മാസം അച്ചീവ് ചെയ്യേണ്ട എമൗണ്ട് നമ്മൾ എഴുതി വെക്കുക. ഞാൻ തീരുമാനിച്ച 25,000 ആയിരുന്നു. എനിക്ക് 24,750 രൂപ അച്ചീവ് ചെയ്യുന്നത്. അത് 25,000 ആയിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് നടപ്പാക്കാൻ പറ്റും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആ രീതിയിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് 30,000 അല്ല ഫസ്റ്റ് മന്തിൽ തന്നെ 30,000 കൂടുതൽ ഒരു പുതിയ ഡിസ്ട്രിബ്യൂട്ടർ അച്ചീവ് ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിലുള്ള പ്ലാനിങ് ആണ് നമുക്ക് വേണ്ടത്. അതിന് അപ്ലൈൻ ലീഡേഴ്സിന്റെ സപ്പോർട്ട് ചോദിച്ചു വാങ്ങണം. ഞാൻ പറഞ്ഞ ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് നമ്മൾ വെറുതെ ഒരു ഐഡിയ അടിച്ച് നമ്മൾ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ തീരുമാനിക്കുക. അപ്പം നമ്മൾക്കറിയാൻ മേലാത്തത് ഡയറക്റ്റ് അപ്ലൈൻ നമുക്ക് പറഞ്ഞു തരും. അല്ലെങ്കിൽ അദ്ദേഹം അതിനുള്ള അവസരം ഒരുക്കി തരും. അതിനുവേണ്ടി സൂം മീറ്റിംഗ് നമുക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഫിസിക്കൽ മീറ്റിങ്ങുകളുണ്ട്, ഹോം മീറ്റിങ്ങുകളുണ്ട്. ഈ രീതിയിലൊക്കെ നമ്മൾ ആ കാര്യങ്ങൾ പഠിച്ചെടുക്കുക. അപ്പൊ ഈ രീതിയിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയി 3 മുതൽ 6 മാസത്തിനുള്ളിൽ ഒരു 2-3 ലക്ഷം രൂപയിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഏറ്റവും മിനിമം ആണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു വർഷം കഴിയുമ്പോഴത്തേക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 10 ലക്ഷത്തിന് മുകളിൽ ഏതൊരു വ്യക്തി ഇപ്പൊ ഈ കേൾക്കുന്ന ഓരോ വ്യക്തിക്കും അതിൽ കൂടുതൽ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം ഇപ്പോഴത്തെ ബിസിനസ് പ്ലാൻ അങ്ങനെയാണ്. നമ്മുടെ സാഹചര്യം അങ്ങനെയാണ്. ജനങ്ങള് എന്തെങ്കിലും ഒരു തൊഴിലിന് വേണ്ടി അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ നമ്മളത് ഏറ്റെടുക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. മാത്രമല്ല ഇവിടെ നമ്മൾ ഒരു ഫസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടർ ഓടിച്ചെന്ന് നമ്മൾ അടുത്തുള്ള വ്യക്തികളോടൊന്നും ചാടി ബിസിനസ് പറയാൻ പോകരുത്. അതുകൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളൊരു ആവേശത്തിന് ആദ്യം ഒരു ഫാമിലി ബോണസ് അച്ചീവ് ചെയ്യുക, അല്ലെ ക്രൈറ്റീരിയ അച്ചീവ് ചെയ്യുമ്പോഴത്തേക്ക് കാണുന്നവരോടൊക്കെ ബിസിനസ് പറയും. അവരെല്ലാം നെഗറ്റീവ് പറഞ്ഞു തന്നിരിക്കും. നമ്മൾ എന്നപ്പോ മടുത്ത് പോരും. അതിനാണ് ലിസ്റ്റ് വേണമെന്ന് പറയുന്നത്. നമുക്ക് എന്നപ്പോ ഒരു വലിയ ലിസ്റ്റ് കയ്യിലുണ്ടെങ്കിൽ പോയി നെഗറ്റീവ് പറഞ്ഞവരെ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാലും 4, 5, 6, 7, 8 ചിലപ്പോൾ 9ഉം 10ഉം ആയിരിക്കും നമ്മളിവിടെ ജോയിൻ ചെയ്യുന്നത്. ലിസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഒരിക്കലും കോൺഫിഡൻസ് ലൂസ് ചെയ്യില്ല. അപ്പൊ ഈ സെലക്ട് ചെയ്യപ്പെടുന്ന വ്യക്തികളെ നമ്മുടെ അപ്ലൈൻ ആണത്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു നഴ്സറി സ്റ്റുഡന്റ് ആണ് പുതിയ ഡിസ്ട്രിബ്യൂട്ടർ. അപ്പം അപ്ലൈൻ അത് മനസ്സിലാക്കിക്കൊണ്ട് പുതിയ ഡിസ്ട്രിബ്യൂട്ടർ, അതായത് ഒരു പുതിയ ഡിസ്ട്രിബ്യൂട്ടർ അവരുടെ ഏറ്റവും അടുത്ത വ്യക്തികളെ പോയി ബിസിനസ് കണ്ടു കഴിഞ്ഞാൽ അവരെ അംഗീകരിച്ച് അവരുടെ കൂടെ നിൽക്കില്ല. കാരണം എനിക്ക് ഇന്നും പരിചയമുള്ള ഒരു ജോസഫ് ചേട്ടൻ, അല്ലെ ഒരു രാജു, അല്ലെ ഒരു തോമസ്, അല്ലെ ഒരു അബ്ദുക്ക, ഇവര് പറഞ്ഞാൽ ഒരാൾ ബിസിനസ്സിൽ വരണമെന്നില്ല. അവര് മൈൻഡ് ചെയ്യില്ല. പക്ഷെ അവർക്ക് പരിചയമില്ലാത്ത ഒരു അപ്ലൈൻ ആണ് അവരുടെ കൂടെ പോകുന്നെങ്കിൽ അവര് പറയുന്ന കാര്യം മാത്രമേ ഈ ഡിസ്ട്രിബ്യൂട്ടർ പരിചയപ്പെടുത്തിയാണെന്ന് ആള് ശ്രദ്ധിക്കുകയുള്ളൂ. അങ്ങനെ ആ പരിചയമില്ലാത്ത ഒരു സ്ട്രേഞ്ചർ ആയിരിക്കും നമ്മുടെ പുതിയ ഡിസ്ട്രിബ്യൂട്ടറുടെ ഡൗൺ ലൈനിലെ ഒരു ലീഡറായി മാറുന്നത്. അങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ലീഡറെ നമ്മൾ ഈ അപ്ലൈൻ അവരെ ഒന്ന് അവരുടെ വീട്ടിൽ പോയിരുന്ന് അവരുമായിട്ട് സംസാരിച്ച് അവരെ ഒരു ലീഡറാക്കി മാറ്റി നമ്മുടെ ഈ പുതിയ ഡിസ്ട്രിബ്യൂട്ടറിന്റെ ഡൗൺ ലൈനായിട്ട് മാറി വരുമ്പോഴാണ് പുതിയ ഡിസ്ട്രിബ്യൂട്ടർ കാര്യം മനസ്സിലാക്കുക. ഇതേ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തു പോവുകയാണെങ്കിൽ അവരും ഈ കാര്യം പഠിച്ചുകൊണ്ട് അവർ ലീഡറായി മാറുകയും അവരുടെ ഡൗൺ ലൈൻ കൊണ്ടുവരുന്ന പ്രോസ്പെക്റ്റിനെ
അവരെ ഒരു ലീഡറാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ കണ്ടിന്യൂ ചെയ്തു പോവുകയാണ് നെറ്റ്വർക്കിൽ വിജയിക്കേണ്ടത്. ഇവിടെ നമ്മൾ വിജയിക്കുക എന്നുള്ള കാര്യമല്ല ചിന്തിക്കേണ്ടത്, കൂടെ വരുന്നവർക്ക് വിജയിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. അല്ല, ഇവിടെ നമ്മൾ ഒരു ഈഗോ കാണിക്കേണ്ട കാര്യമില്ല. ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ പെട്ടെന്ന് തകർന്നടിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈഗോ. ഈഗോ എല്ലാ മനുഷ്യർക്കും ഉള്ള കാര്യമാണ്. ചെറിയ തോതിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ലീഡറാണ്, ലീഡറെ ബഹുമാനിക്കാനും അംഗീകരിക്കാനുമുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകണം. നമ്മൾ ലീഡറാണെന്നുള്ള ഒരു ഫീൽ ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. പക്ഷെ ഇത് ദോഷകരമായി മാറുന്ന രീതിയിലോട്ട് മാറിക്കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇവനാള് ജാടയാണെന്ന് പറയും. അവന്റെ കൂടെ നിൽക്കാൻ ആളുണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വളരെ സൗമ്യമായിട്ട്, ചിലപ്പം നമ്മുടെ ഡൗൺലൈൻ്റെ അടുത്തുനിന്ന് ഒരുപാട് മോശമായിട്ടുള്ള സംസാരങ്ങൾ കേട്ടെന്ന് വരാം. അല്ലെ നമ്മൾക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ സംസാരിച്ചെന്ന് വരാം. അവിടെയൊക്കെ ക്ഷമിക്കാനും സഹിക്കാനുള്ള മനസ്സായി ഒരു നല്ല വ്യക്തിയായി ആവുക എന്നുള്ളതാണ് ഒരു ലീഡറിനെ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അവിടെ നമ്മൾ ക്ഷമിച്ചും സഹിച്ചും കൂടെ വരുന്നവർക്ക് വരുമാനം ഉണ്ടാക്കി കഴിയുമ്പം നമ്മളോട് ഇഷ്ടമില്ലാത്തവർ പോലും പിന്നെ നമ്മളെ ബഹുമാനിക്കാനും അംഗീകരിക്കാനും തുടങ്ങും. അവിടെ മുതലായിരിക്കും നമ്മുടെ ബിസിനസ് യഥാർത്ഥ നമ്മുടെ വളർച്ച തുടങ്ങുന്നത്. അപ്പൊ അതിനുവേണ്ടിയുള്ള ഒരു ഒരുക്കമാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കുക എന്നുള്ളതാണ് എനിക്ക് ഇന്ന് മെയിനായിട്ട് സൂചിപ്പിക്കാൻ പറ്റുന്നത്. അതായത് നമ്മൾ ഒരു പുതിയ ഡിസ്ട്രിബ്യൂട്ടറിനെ എങ്ങനെ ലീഡറാക്കി മാറ്റുക എന്നുള്ളതാണ്. ലിസ്റ്റ് ഇടുക, ലിസ്റ്റിനെ ഫോളോ അപ്പ് ചെയ്യുക, അതിലൂടെ ടീം മീറ്റിംഗ്, ഹോം മീറ്റിംഗ് സംഘടിപ്പിക്കുക. ഹോം മീറ്റിംഗിൽ നമുക്ക് അവരെ വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരെ മാത്രം ചേർത്തുകൊണ്ട് കമ്പനിയെ കുറിച്ചും പ്രോഡക്റ്റിനെ കുറിച്ചും ശരിക്ക് ആ കുടുംബത്തെ ബോധ്യപ്പെടുത്തുക. ആ കുടുംബത്തെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബിസിനസ് വിജയിക്കാൻ പറ്റുള്ളൂ. കാരണം ഫാമിലി സപ്പോർട്ട് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ ബാക്ക് ബോൺ ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഫാമിലി സപ്പോർട്ട് ഇല്ലാണ്ട് ഒരിക്കലും ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലും ഒരുത്തരും രക്ഷപ്പെടില്ല. കാരണം അത് ബോധ്യപ്പെടുത്തുക. അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ കുടുംബം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കും. ആ കുടുംബത്തിൽ അച്ഛൻ, അമ്മ, മക്കള്, അല്ലെ അമ്മാവന്മാര്, അല്ലെ ഫാദറിലോ, അങ്ങനെ ഒരുപാട് വ്യക്തികൾ ഉണ്ടാകുന്നതാണ്. ഇവരൊക്കെ ബോധ്യപ്പെടുമ്പോൾ അവർക്കൊക്കെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടാകും. അവരിലൂടെ നമ്മൾ അറിയാതെ ഒരു വാമൊഴി പരസ്യത്തിലൂടെ നമ്മുടെ ബിസിനസ് ലോകത്തിന്റെ പല ഭാഗത്തും എത്തുന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതായിരിക്കും നമ്മുടെ വളർച്ച. അപ്പൊ അതിനുവേണ്ടിയുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കുക. ഹോം മീറ്റിംഗ് പ്രധാനപ്പെട്ടതാണ്. ഹോം മീറ്റിംഗ് ഇപ്പോൾ ഒരു പ്ലാൻ ചെയ്യുക, ആ വീട്ടുകാരുടെ സപ്പോർട്ടോട് ഒരു ഫണ്ട് റേസ് ചെയ്യുക. അതിലൂടെ ഓരോരുത്തരും ഓരോ പുതിയ ഒരു മാസത്തിനുള്ളിൽ തിരിച്ചോടെ അതിലെത്തും. ഈ സാറിന്റെ ഫോൺ കട്ടായി തോന്നുന്നു, ടെക്നിക്കൽ ഇഷ്യൂ. രണ്ടു മിനിറ്റ് വെയിറ്റ് ചെയ്യാം. കേൾക്കുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ, വെൽക്കം. ആ രീതിയിലോട്ട് നമ്മൾ മാറുക. നമ്മൾ നിർബന്ധമായിട്ട് നമ്മുടെ കൂടെ നമുക്കാണ് അറിയാവുന്നത്, അവരെ കൊണ്ട് പ്രോഡക്റ്റ് എടുപ്പിക്കുക. 2 പ്രോഡക്റ്റ് വീട്ടിലിരിക്കുമ്പം രാവിലെയും വൈകിട്ട് ആ പ്രോഡക്റ്റിനെ കാണുമ്പോൾ നമ്മൾ പ്രോഡക്റ്റിനോട് ബഹുമാനം ഉണ്ടാകും. നമുക്ക് അതിലൂടെ വരുമാനം ഉണ്ടാക്കണം എന്നുള്ള ഒരു ഫീല് വരും. അത് നമുക്കൊരു പ്രചോദനമാവുകയും അതുവഴി നമുക്ക് നമ്മുടെ ടീമിലുള്ള ഓരോരുത്തർക്കും വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഈ രീതിയിൽ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അതിനുവേണ്ടി നമ്മൾ എല്ലാവരും ശ്രമിക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി സൂചിപ്പിക്കുന്നു. പിന്നെ നമ്മൾ ഇപ്പോഴുള്ളത് നമ്മുടെ ടീമിന്റെ ഒരു വളരെ പ്ലാനും ചിട്ടയോടും കൂടിയുള്ള ഒരു പ്രയാണമാണ്. അതില് ഈ ജനുവരി 30 വരെ നമുക്കൊരു വലിയൊരു സൗഭാഗ്യമുണ്ട്. അതായത് സ്വർണ്ണ മഴയാണ്, സ്വർണ്ണ പെരുമഴയാണ്, സ്വർണ്ണ കോയിൻ. അപ്പൊ അത് അച്ചീവ് ചെയ്യാൻ ഈ കേൾക്കുന്ന ഏത് വ്യക്തിക്കും സാധ്യമായിട്ടുള്ളതാണ്. വലിയ എമൗണ്ട് ഒന്നുമില്ല. 30,000 രൂപ ഉണ്ടെങ്കിൽ 2 കോയിൻ അച്ചീവ് ചെയ്യാം. 15,000 രൂപ എങ്കിലും വാങ്ങിക്കൊണ്ട് നമ്മൾ പുതിയതായിട്ട് വന്ന ഒരു വ്യക്തി പോലും ഒരു കോയിൻ അച്ചീവറായി മാറുകയും ആ കോൺടെസ്റ്റ് വിന്നറായി മാറുകയും ചെയ്യുകയാണെങ്കിൽ ഇതായിരിക്കും ജീവിതത്തിലെ നിങ്ങളുടെ ആദ്യത്തെ ജീവിതത്തിന്റെ ചവിട്ടുപടി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ ആരും പിന്നോട്ട് പോകാതെ അതിനുവേണ്ടിയുള്ള ഒരു ശക്തമായ പ്രയത്നം നടത്തണം. ഇന്ന് ഡേറ്റ്
6. ഇനിയുണ്ട് 24 ദിവസം. ഒരു 24 കൂട്ടരുത്. അടുത്ത ഒരാഴ്ചക്കുള്ളിൽ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നമ്മൾ നടത്തണം. അതിനുവേണ്ടി ലീഡേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഞാനടക്കമുള്ള എല്ലാവരും ഫുൾ സപ്പോർട്ടുണ്ട്. അതിനുവേണ്ടി നമുക്കൊരു വർക്ക് പ്ലാൻ ചെയ്യണം. അതിലൂടെ വിജയിക്കണം. അത് നമ്മുടെ ഈ മാസത്തെ ഏറ്റവും ടോപ്പ് ഇൻകമാക്കി മാറ്റി നമുക്ക് ഈ മാസം ഒരു 50,000 രൂപയിൽ അച്ചീവ് ചെയ്യാൻ നമുക്ക് കഴിയും. അത് ആ രീതിയിലുള്ള ഒരു ഇൻകം പ്ലാൻ ആണ് നമുക്ക് പുതിയതായിട്ട് കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് ഒരു 4-5 ബിസിനസ് ഒരു ഫാമിലി ബോണസ് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് നമ്മൾ മാറണം. അതിനുവേണ്ടി എല്ലാവരും ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യണമെന്നാണ് എനിക്ക് ഒരിക്കൽ കൂടി സൂചിപ്പിക്കാനുള്ളത്. പിന്നെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. ഒരു ട്രെയിനിങ് പറഞ്ഞിട്ടുണ്ട് മിനീഷ് സാറ് ഡേറ്റ് ഫിക്സ് ചെയ്തായിരുന്നല്ലേ? ബുധനാഴ്ച 8-ാം തീയതി ബുധനാഴ്ച ഒരു ട്രെയിനിങ് എങ്ങനെയാണ് കമ്പനിയുടെ പ്ലാനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞ് അത് ബോധ്യപ്പെടുത്തി ഓരോ ഡിസ്ട്രിബ്യൂട്ടറെയും ആ രീതിയിലോട്ട് ആ കാര്യം അവതരിപ്പിക്കാൻ പറ്റുന്ന രീതിയിലോട്ട് മാറ്റിയെടുക്കുന്ന ഒരു പ്രക്രിയ ആയിരിക്കും. അതിൽ മാക്സിമം ആള് പങ്കെടുത്തുകൊണ്ട് നമ്മൾ ബിസിനസ് പഠിക്കുക. ബിസിനസ് പഠിച്ച് ആ ഒരു ഇൻകം പ്ലാൻ നമ്മൾ എവിടെ ഇപ്പം ഞാൻ ശ്രദ്ധിച്ചിട്ട് മനസ്സിലാകുന്നത് ഇൻകം പ്ലാൻ ആരും അവതരിപ്പിച്ച് കാണുന്നില്ല. നമ്മൾ ഒരു വ്യക്തിയെ പോയി കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് വാങ്ങി കഴിഞ്ഞാൽ ചാടി ബിസിനസ് പറയണ്ട. രണ്ടാമത് ഫോളോ അപ്പ് ചെയ്യുക, അവരുടെ വീട്ടിൽ പോവുക, കാണുക. അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അവരുമായിട്ട് സംസാരിച്ച് ഇങ്ങനെ ഒരു സാധ്യതയുണ്ട് സാറിന്, അല്ലെ ചേട്ടൻ ഈ പ്രോഡക്റ്റ് വാങ്ങിയതിന്റെ പൈസ തിരിച്ചു കിട്ടാനുള്ള ഒരു അവസരം നമുക്കുണ്ട്. അത് ഇങ്ങനെയാണ്. ഈ കമ്പനി ഇന്നതാണ്. ഇതിന്റെ ബിസിനസ് പ്ലാൻ ഇങ്ങനെയാണ്. നമ്മളൊരു 2-3 ബിസിനസ് വന്ന് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 500 രൂപ കിട്ടും. അത് കഴിഞ്ഞ് ഒരു 2 പ്രോഡക്റ്റ് ഒരു കട്ടോളിൽ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ 15,000 രൂപ 7,500 രൂപ കിട്ടും എന്നുള്ളത് വരച്ച് കറക്റ്റായിട്ട് കാണിച്ചു കൊടുക്കാനുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടാകാൻ വേണം, അറിവും ഉണ്ടാകണം. അത് എല്ലാ വ്യക്തികളുടെയും ഒരു ബാഗും അതിനുള്ള ടൂൾസ് എപ്പോഴും കയ്യിലുണ്ടായിരിക്കണം. ബാഗ്, അതിനകത്ത് നല്ലൊരു ബാഗ് വേണം, നല്ലൊരു ഡയറി വേണം, പെന്ന് ഒരു 2-3 എണ്ണം കരുതുന്നത് നല്ല. ചിലരൊക്കെ കാണാം പ്ലാൻ വരയ്ക്കാൻ പോയിരുന്നിട്ട് പേന കുടയുന്ന കാണാം. വരയ്ക്കാൻ നോക്കി കഴിഞ്ഞാൽ വരയ്ക്കാൻ കിട്ടില്ല. അന്നേരം തന്നെ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടറോ കൂടെ ഇരിക്കുന്നവരോ ഇവൻ കൊള്ളാമല്ലോ, ഒരു പേന പോലും നല്ല വാങ്ങാൻ പറ്റത്തില്ലെന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് നല്ല പെന്ന് വാങ്ങുക, അതുമായിട്ട് പോവുക, ബിസിനസ് കറക്റ്റ് നല്ല വൃത്തിക്ക് പ്ലാൻ വരച്ചു കൊടുക്കുക. അതിന്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആകുന്നത് എങ്ങനെയാണ്, ഓരോ പ്രോഡക്റ്റിന്റെയും PV എത്രയാണെന്നുള്ളത് കാണിച്ചു കൊടുക്കുക. നമുക്ക് ഒരു PVക്ക് കിട്ടുന്ന എത്രയാണ് അവയർനെസ് 10 രൂപയാണ്, 10 രൂപ ഉള്ളത് കാണിച്ചു കൊടുക്കുക. ഫാമിലി ബോണസ് ആയിട്ട് അത് മാറുമ്പോഴത്തേക്ക് 67,050 രൂപയാണെന്ന് 67,050 രൂപയാണ്. 10 PV ആണ് എത്ര കിട്ടും, 100 PV ആണ് എത്ര കിട്ടും, 50 PV ആണ് എത്ര കിട്ടും എന്നുള്ളത് കറക്റ്റ് വരച്ച് ബോധ്യപ്പെടുത്തി അതിന്റെ കാരി ഫോർവേഡ് സിസ്റ്റം എങ്ങനെയാണെന്നൊക്കെ നമ്മൾ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ മൈൻഡ് മാറും. അതുപോലെ തന്നെ നമുക്ക് അതിന്റെ തലേദിവസം കിട്ടിയ അല്ലെ അതിന് മുമ്പ് കിട്ടിയ ഒരു ദിവസത്തെ ഇൻകം, അല്ലെ ഒരു മാസത്തെ ഇൻകം, അല്ലെ ഒരാഴ്ചത്തെ ഇൻകം കറക്റ്റ് നമ്മുടെ ഫോണിൽ നിന്ന് അവരുടെ മുമ്പിൽ നിന്ന് എടുത്ത് കാണിച്ച് ഇതാണ് എനിക്ക് കിട്ടിയത്, അല്ലെ എനിക്ക് കഴിഞ്ഞ ഒരു ആഴ്ചത്തെ ഒരു മാസത്തെ അല്ലെ ഒരു 2 മാസത്തെ ഇൻകം ഇതാണ് എന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മൈൻഡ് മാറാത്ത ഒരു വ്യക്തിയും നമ്മുടെ സമൂഹത്തിൽ ഇല്ല. കാരണം അത്ര സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കൂലിപ്പണിയില്ല, പണിയെടുക്കാൻ തയ്യാറാണെങ്കിലും പണിയെടുക്കാൻ പണിയില്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പം. അതുപോലെ തന്നെ പണിയെടുത്ത കൂലി കൊടുക്കാതെ ഇരിക്കുന്നുണ്ട്. പല ഷോപ്പുകളിൽ നിൽക്കുന്ന വ്യക്തികള് പണിയെടുത്തിട്ട് 30 ദിവസം പോലും അതിന്റെ ശമ്പളം കിട്ടുന്നില്ല, വരുമാനം കിട്ടുന്നില്ല എന്ന് പറയുന്ന വ്യക്തികളുണ്ട്. വ്യാപാരികളെ സംബന്ധിച്ച് കട പൂട്ടിപ്പോകാൻ, ടൗണിൽ നിന്ന് പൂട്ടിപ്പോകാൻ നാണക്കേടായിട്ട് കട പൂട്ടാൻ നിൽക്കുന്ന ഒരുപാട് വ്യക്തികളെ നമുക്കറിയാം. ഞാന് കരിഞ്ചാലിലെ വ്യാപാരി വ്യവസായിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറും കൂടി ആയതുകൊണ്ട് എനിക്കറിയാം വ്യാപാരികൾ ഇപ്പൊ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഓരോ ആൾക്കാരെ നമ്മൾ പോയി കണ്ട് അവരെ ബോധ്യപ്പെടുത്തി നമ്മൾക്ക് ബിസിനസ്സിലോട്ട് കൊണ്ടുവരും. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ നമ്മൾ ബിസിനസ് പ്ലാൻ പഠിക്കണം, കമ്പനിയെ കുറിച്ച് പഠിക്കണം, പ്രോഡക്റ്റിനെ കുറിച്ച് പഠിക്കണം. അപ്പൊ ഇത്രയും കാര്യം പഠിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഓരോ ട്രെയിനിങ്ങുകൾ സംഘടിപ്പിക്കും. അതിൽ നമുക്ക് കിട്ടിയ ബുധനാഴ്ചത്തെ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. അതിൽ പങ്കെടുക്കണം, കാര്യങ്ങൾ വിശദമായി പഠിക്കുക, വിജയിക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയാനുള്ളത്. പിന്നെ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി എല്ലാവരും ഒരു ഡിസിപ്ലിനായിട്ട് കൃത്യസമയം പാലിക്കുക. ടൈം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് ഈ ബിസിനസ്സിനകത്തെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വാക്ക് പാലിക്കുക, അല്ലെ ടൈം പാലിക്കുക എന്നുള്ളതാണ്. അതിപ്പം വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പറയുക, പറയുന്നത് ചെയ്യുക.
ഒരു ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ അത് കൊടുത്തിരിക്കണം. അല്ലെ ഒരു പ്രോഗ്രാം 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണം. നമുക്കൊക്കെ ഉണ്ട് 10 മണി എന്ന് പറഞ്ഞാൽ 10:30 ആക്കി മാറ്റുന്നത്. അതപ്പം ആ രീതിയിലോട്ട് പെട്ടെന്ന് മാറാൻ പറ്റിയില്ലെങ്കിലും ആ രീതിയിൽ മാറിത്തീരുന്ന ഒരു അവസ്ഥയിലോട്ട് നമ്മൾ മാറി നമ്മൾ ഡിസിപ്ലിൻഡ് ആകുക, കാര്യങ്ങൾ പഠിക്കുക, ഈ ബിസിനസ്സിലൂടെ വിജയിച്ച് ഒരു നല്ല വ്യക്തികളായി മാറുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് എനിക്ക് ഈ തന്ന അവസരം ത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ജയ് വൈക്ടോറിയ. താങ്ക് യു സർ. ആയിരുന്നു സ്ക്രീന് ഓണാണ്, ഷെയറിംഗ് ഓണാണ്. അതാണ് ബീന മാഡത്തിന്റെ ആണ്. ഓക്കെ സാർ, കേൾക്കുന്നുണ്ടോ പ്രീതി സാറേ? പറഞ്ഞോ സാറേ, എന്താ? ഓക്കെ, ബീന മാഡത്തിന്റെ ഫോണിൽ സ്ക്രീൻ ഷെയറിംഗിലാണല്ലേ? ഓക്കെ 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 പ്ലീസ്. താങ്ക് യു സോ മച്ച്. അത് മാത്രമേ പറയുന്നുള്ളൂ, അത്രമാത്രം. വീണ്ടും അടുത്ത സൂം സെഷനിലൊക്കെ കാണാം, ട്രെയിനിങ് സെഷനിലൊക്കെ കാണാം. അപ്പോൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ സമയവും മറ്റുള്ളവരുടെ എക്സ്പീരിയൻസും മറ്റുള്ളവരുടെ എഫേർട്ടും ഒക്കെയാണ് ഒരാളെ വിജയത്തിലേക്ക് നയിക്കുന്നതാണ്. അപ്പൊ അതെങ്ങനെയെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഊഴ്ന്നിറങ്ങുന്ന തരത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സാർ ഇന്ന് സംസാരിച്ചിട്ടുണ്ട്. ഈ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ടിട്ട് ആർക്കെന്തെങ്കിലും ചോദിക്കാനോ അല്ലെങ്കിൽ ഇദ്ദേഹം സംസാരിച്ചതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ കുറച്ച് സമയം നമുക്ക് അതിനു വേണ്ടി ഉപയോഗിക്കാം. ഓക്കെ, സ്വാഗതം ചെയ്യാണ്. അതേപോലെ മിറാക്കിളായിട്ട് റിസൾട്ടുകൾ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാം. ഓൾ ഓഫ് യു വെൽക്കം. വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് പ്രദീപ് സാറ് ഇന്ന് നമുക്ക് വേണ്ടി നൽകി എന്നുള്ളതാണ്. എങ്ങനെയൊക്കെ ഒരു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആൾക്ക് വിജയിക്കണം, എങ്ങനെ വിജയിക്കണം എന്നതിനെ കുറിച്ചൊക്കെയുള്ള വളരെ ആർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് ഇന്ന് പ്രദീപ് സാറ് ക്ലാസ് എടുത്തിരിക്കുന്നത്. ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. കാരണം എന്താ പറഞ്ഞാല് കെ ജി ശങ്കരപ്പിള്ളയുടെ ഒരു കവിതയില് കെ ജി ശങ്കരപ്പിള്ള പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ വാച്ചുകൾക്ക് കീ കൊടുക്കുക, വാച്ചിലെ സമയം നേരെയാക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ വാച്ചിലെ സമയം നേരെയല്ല എന്നുള്ളതാണ്. അത് ഏത് സമയത്തും എന്ത് ചെയ്യുന്ന പറഞ്ഞാല് 10ഉം 10:30ക്കും ഒക്കെ എന്ത് ചെയ്ത് നമ്മള് ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു കൃത്യസമയം പാലിക്കണം എന്നുള്ളതാണ്. കാരണം വരുമെന്ന് പറഞ്ഞവനെയും പോകുമെന്ന് പറഞ്ഞവരെയും ആരെയും കാത്തു നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സമയം വളരെ പ്രധാനപ്പെട്ടതാന്നുള്ളതാണ് എന്ത് ചെയ്ത് രാവിലത്തെ വീഡിയോയിൽ തന്നെ എന്ത് ചെയ്ത് മിനീഷ് സാറ് നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നിരിക്കുന്നതാണ് വീഡിയോയിലൂടെ. അതേപോലെ തന്നെയാണ് എന്ത് ചെയ്ത് പ്രദീപ് പറയുന്നതാണ്, ഒരു നിമിഷം നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തിരികെ കിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നെറ്റ്വർക്കർ ആയിട്ടുള്ള ഒരാള് വളരെ എന്ത് ചെയ്ത് പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് കൃത്യസമയത്ത് തന്നെ എല്ലാ മീറ്റിങ്ങുകളും അറ്റൻഡ് ചെയ്യുക, അത് പ്രവൃത്തി പദത്തിൽ എത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ മാത്രമേ നമുക്കതിൽ വിജയിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് എല്ലാവർക്കും, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ക്ലാസ് എടുത്തിരിക്കുന്ന പ്രദീപ് സാറിന് ഒരിക്കൽ കൂടി ഒരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് നിർത്തട്ടെ. ജയ് ഈ ബയോട്ടോറിയം. കൃഷ്ണ സാർ എന്ന് സംസാരിക്കാനുണ്ടല്ലോ. താങ്ക്സ് സർ, ഗുഡ് മോർണിംഗ്. നല്ലൊരു ക്ലാസ് ആണ് സാറിന് തന്നത്. പിന്നെ ഒരു MLM പ്രവർത്തനം എങ്ങനെയായിരിക്കണം എന്നുള്ള എല്ലാ ഭാഗവും ടച്ച് ചെയ്തുകൊണ്ട് പറഞ്ഞത് വളരെ സന്തോഷമുണ്ട്. ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. താങ്ക് യു സർ. ഓക്കെ, സംസാരിക്കാണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ഷായ് സാറിനെ വിളിക്കാം. CH സാറിനൊക്കെ ഇവിടെ കണ്ടല്ലോ. എല്ലാരും തിരക്കിലാണ്. ഇതൊന്നും കേൾക്കുന്നില്ല. ഇതിങ്ങനെ ഓണാക്കി വെച്ച് എവിടെയോ പോവാ. അപ്പൊ ഇന്നത്തെ സൂം എനിക്ക് തോന്നുന്നു ഒരു സ്പെഷ്യൽ സൂമായിരുന്നു തോന്നുന്നു അല്ലെ? കുറെ ദിവസങ്ങളായിട്ടുള്ള സൂമിൽ നിന്ന് വ്യത്യസ്തമായൊരു സൂമായിരുന്നു അത്. ഇന്ന് നമുക്ക് ഈ ഒരു സമയം നമുക്ക് വേണ്ടി മാറ്റിവെച്ച പ്രദീപ് സാറിനും അതേപോലെ സൂമിൽ പങ്കെടുക്കാൻ മനസ്സ് കാണിച്ച എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സൂം സെഷൻ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ഷായ് സാറിനെ ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും.
വെൽക്കം സർ. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും, നല്ലൊരു നമസ്കാരം. ഇന്ന് പ്രദീപ് സാർ എന്താണ് ഗുഡ് മോർണിംഗ് ഇന്ന് പ്രദീപ് സാറ് ഒരുപാട് കാര്യങ്ങൾ എന്താ വെച്ചാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള നല്ലൊരു ലീഡറാണ്, ഒരു ഗ്രേറ്റ് ലീഡറാണ്, നല്ലൊരു മോട്ടിവേറ്റർ കൂടിയാണ്. അപ്പൊ അദ്ദേഹം നമ്മുടെ 7 ക്ലബ്ബ് വളരെയധികം ധനിക്കിയിട്ടുണ്ട്. നല്ല ഒരു അവയർനെസ് ആണ് നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ സാധ്യതകളും അതിൽ കൂടി എങ്ങനെയൊക്കെ അത് നമുക്ക് ചെയ്യണം എന്നുള്ള ഇതിനെ പറ്റിയിട്ടുള്ള വളരെ വ്യക്തമായിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആളുകൾ പരാജയപ്പെടുന്നത് എന്നുള്ളതാണ് മെയിനായിട്ട്. എന്തുകൊണ്ടാണ് ആളുകൾ ഇത്രയും പിന്തുണ ഉള്ള അല്ലെ അപ്ലൈൻ ലീഡേഴ്സിന്റെ അടുത്തായാലും ഡൗൺലൈൻ ലീഡേഴ്സിന്റെ അടുത്തായാലും ഇത്രയും പിന്തുണ സപ്പോർട്ടുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കയ്യിൽ കിട്ടിയിട്ട് പോലും അതിൽ പല ആളുകളും എന്ത് ചെയ്യുന്നില്ല, അതിൽ കൊണ്ട് സക്സസ് ആവുന്നില്ല. എന്തുകൊണ്ടാണെന്നുള്ളതാണ്. ചെറിയൊരു കഥയിലൂടെ പോവാം. ഞാൻ കുറെ ഈ കഥ പറഞ്ഞു, കഥ കുറെ ഇങ്ങനെ കിടക്കുന്നു, കുറെ കഥകളുണ്ട്. അത് നിങ്ങൾ ഇങ്ങനെ കുറെ അപ്പൊ ഇങ്ങനെ ഓരോ വിഷയം പറയുമ്പോഴാണ് ചെറിയ കഥ. ഇതൊരു ചെറിയ കഥയാണ്, ഒരു മരം വെട്ടുകാരന്റെ കഥയാണ്. ഒരു കഠിനാധ്വാനിയായിട്ടുള്ള ഒരു മരം വെട്ടുകാരൻ. അപ്പൊ അയാള് കേട്ടിട്ടുണ്ടാവും, ചിലപ്പോ കേട്ടാലും ഒന്നുകൂടെ കേട്ടാൽ മതി. അപ്പം വളരെ കഠിനാധ്വാനിയായിട്ടുള്ള ഒരു മരം വെട്ടുകാരൻ. അയാള് കാട്ടിന്റെ ഉള്ളിലാണ് ജീവിക്കുന്നത്. അവിടുന്ന് മരം വെട്ടിയിട്ട് അയാൾ എന്ത് ചെയ്യുന്ന ഈ കത്തിച്ചിട്ട് കരിയാക്കും. നല്ല കരിയാക്കിയിരുന്നിട്ട് അത് ചാക്ക് കെട്ടിയിട്ട് അത് എന്നൊരു പട്ടണത്ത് കൊണ്ടുപോയിട്ട് ആ കരി വിൽക്കും. കരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിറകിനായിട്ട് ഉപയോഗിക്കുന്ന കരിയാണ്, മുഴുവൻ കത്താത്ത രീതിയിലുള്ള കരി. അപ്പം അത് എന്ത് വെച്ചാല് ഇവര് അന്ന് കാളവണ്ടിയാണ്, കാളവണ്ടീൻ്റെ അകത്താണ് കൊണ്ടുപോവുക. കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുപോയിട്ട് കുറെ ദൂരം പോയിട്ട് പട്ടണത്ത് കൊണ്ടുപോയി വിൽക്കല. ഇത് മൂപ്പര് സ്ഥിരമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു ദിവസം അങ്ങനെ പോകുന്ന സമയത്ത് നല്ല മഴ പെയ്ത സമയത്ത് വഴിയിലുണ്ട് ഒരാള് വീണ് കിടക്കുന്നു. അപ്പൊ അയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ വണ്ടി സൈഡാക്കിയിട്ട് അയാളെ നോക്കുന്ന സമയത്തൊക്കെ നല്ല മുറിവൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പൊ അയാൾ എന്ത് വെച്ചാൽ തൽക്കാലം ഇയാളെ രക്ഷപ്പെടുത്താന്നുള്ള രീതിയിൽ ഇയാളെ കളവണ്ടിയിൽ എടുത്തിട്ട് നേരെ തിരിച്ചിട്ട് വീട്ടിലേക്ക് തന്നെ വന്നു. വീട്ടിൽ വന്ന് നോക്കുന്ന സമയത്ത് അയാൾക്ക് വേണ്ട ശുശ്രൂഷകളൊക്കെ ചെയ്ത് മരുന്നൊക്കെ വെച്ച് കെട്ടി അയാൾക്ക് വേണ്ട ഭക്ഷണമൊക്കെ കൊടുത്ത് അയാൾക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ബോധം വന്നപ്പോൾ അയാൾക്ക് എണീറ്റ് നടക്കാനൊന്നും ആവുന്നില്ല. പക്ഷെ അയാൾ തന്നെ എന്ത് ചെയ്ത് അവിടുത്തെ കാട്ടില് കുറെ പച്ചമരുന്നുകളൊക്കെ വെച്ച് കെട്ടിയിട്ടൊക്കെ അയാൾക്ക് ഒരു അസുഖം മാറ്റി. അപ്പൊ അയാളോട് പറഞ്ഞു, ഞാൻ കുതിരേന്റെ മുകളിൽ നിന്ന് വീണതാണ്. കുതിരേന്റെ മുകളിൽ വരുമ്പോ കുതിരേന്റെ മുകളിൽ നിന്ന് വീണതാണ്. അന്ന് വാഹനങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കാളകളും കാളവണ്ടികളും കുതിരവണ്ടികളൊക്കെയാണ്. അപ്പൊ എന്റെ കുതിര അവിടെ എവിടെയെങ്കിലും ഉണ്ടോ, ഒന്ന് തപ്പി പിടിച്ച് കൊണ്ടുതരാൻ പറ്റുമെന്ന് വെച്ചു. അയാൾ ആയിക്കോട്ടെ തന്നെ അങ്ങനെ അയാൾ കുതിരേനെ അന്വേഷിച്ചു പോയി കുറെ കഷ്ടപ്പെട്ടിട്ട് അയാൾ ലാസ്റ്റ് അയാൾ കുതിരേനെ കണ്ടെത്തി. അങ്ങനെ ഇയാൾക്ക് കുതിരേനെ കൊണ്ടുകൊടുത്തു. അയാൾക്ക് ഭയങ്കര സന്തോഷമായി. എന്ന് വെച്ചാൽ ഇയാൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അല്ലെ എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും അധികം കഷ്ടപ്പെടുകയാണ്. അപ്പോ ഒരു സാധു കൂടിയാണ് ഇയാള്. അപ്പൊ അയാൾ പറഞ്ഞു, കേൾക്കുന്നില്ലേ? ഹലോ, ക്ലിയർ ആണ്. അപ്പൊ ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാല് അസുഖമൊക്കെ മാറി ഈ കുതിരപ്പുറത്ത് ഇയാളോട് മറ്റേ സുഹൃത്തിനോട് ഈ മരം വെട്ടുകാരനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്താൽ നിങ്ങൾ മരം വെട്ടിയിട്ടല്ലേ, എനിക്ക് എന്റെ ഒരു സ്ഥലമുണ്ട്, അവിടെ കുറെ ചന്ദന മരങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, അത് നിങ്ങൾ വെട്ടിക്കൊണ്ടുപോയി വിറ്റോ, കാശാക്കിക്കോ എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അയാള് ഇയാള് പോയി. ഈ അസുഖം വന്നിട്ടുള്ള, അതായത് ആക്സിഡന്റ് പറ്റിയിട്ടുള്ള ആള് തിരിച്ചുപോയി. അപ്പൊ ചന്ദനമരം ഇന്ന സ്ഥലത്താണ്, ഇന്ന ഏരിയയിലാന്ന് പറഞ്ഞെടുത്തു. അങ്ങനെ അയാള് ഈ മരം വെട്ടുകാരൻ നേരെ ചന്ദനമരത്തിന്റെ അടുത്തേക്ക് പോയി കുറെ മരങ്ങൾ വെട്ടി വീട്ടിൽ കൊണ്ടുപോകും. അതും ഇതേപോലെ കത്തിച്ചിട്ട് കരിയാക്കി നേരെ പട്ടണത്ത് കൊണ്ടുപോയിട്ട് അതിന്റെ കരി ഇങ്ങനെ വിറ്റു. അങ്ങനെ നോക്കുന്ന സമയത്ത് ഒടുക്കത്തെ മഴ, വെള്ളപ്പൊക്കവും എല്ലാം കൂടെ ഭയങ്കര പ്രശ്നമായി. ഇയാൾക്കാണെങ്കിൽ നിത്യ നിവൃത്തിക്ക് വേണ്ടിയിട്ടാണ് അയാൾ ഈ കരി വിറ്റ് ജീവിക്കുന്നത്. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇയാൾ എന്താന്ന് വെച്ചാല് ഇതിപ്പോ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ പട്ടിണിയാവും. ഒരു കാര്യം ചെയ്യാം,
ഞാൻ ഈ മരം പട്ടണത്തിൽ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് കത്തിക്കാം. അങ്ങനെ അയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് കരിയുണ്ട്, കുറച്ച് ഈ മരങ്ങൾ എടുത്ത് വെച്ച് ഒഴിവ് സമയത്ത് അയാൾക്ക് അവിടുന്ന് കത്തിച്ചിട്ട് കരിയാക്കാം. അങ്ങനെ ഇവിടുന്ന് അയാൾ നേരെ ഈ പട്ടണത്തിലേക്ക് ഈ മരമായിട്ട് പോയ സമയത്ത് അവിടുന്ന് വ്യാപാരികൾ, ഈ ചന്തയിൽ ചെല്ലുന്ന സമയത്ത് വ്യാപാരികൾ ഈ മരം കണ്ടപ്പം ഈ മരം അങ്ങനെ തന്നെ വിലക്കുവാൻ. അപ്പോ ഇത് അവര് ചോദിച്ചു, ഇതിപ്പോ നിങ്ങൾ എന്തിനാ ഇങ്ങനെ വിലക്ക് വാങ്ങുന്നത്? ഇത് നിങ്ങൾക്ക് ഞങ്ങൾ കത്തിച്ച് കരിയാക്കി നിങ്ങൾക്ക് തരില്ലേ? അവൻ പറഞ്ഞു അതല്ല, ഇത് ഭയങ്കര വിലപിടിപ്പുള്ള മരമാണ്. ഇത് ചന്ദനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുഗന്ധദ്രവ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മരമാണ്, ഇത് നിങ്ങൾക്ക് അറിയായിട്ടാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെയാണ് പറ്റിയ അമളി, അതായത് അജ്ഞത എന്ന് പറയുന്ന ഒരു സംഭവം. ഇത് ഞാനിപ്പോ പറയാനുണ്ടായ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കയ്യിലേക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു അവസരം അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി, ഈ ബയോട്ടോറി എന്ന് പറയുന്ന ഒരു കമ്പനി, അതുപോലെ തന്നെ പ്രോഡക്റ്റ്, അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതിന്റെ അകത്തുനിന്ന് വരുമാനം ഉണ്ടാക്കുന്നത് എങ്ങനെ, അതിന്റെ സിസ്റ്റം എങ്ങനെയാന്നുള്ളത്, വരുമാനം ആക്കി മാറ്റുന്നത് എങ്ങനെ, അതിന്റെ സിസ്റ്റം എങ്ങനെ, എല്ലാവരും 100 PV ലെഫ്റ്റ് റൈറ്റ് വന്നിട്ടുണ്ട്, 7750 വാങ്ങാം എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് എല്ലാ ആൾക്കാരും ഉള്ളത്. അതിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ ഒരു സിസ്റ്റം ഉണ്ട്. സിസ്റ്റം എന്ന് പറയുന്നത് എല്ലാവരും വിചാരിക്കുന്നത് പോലെയല്ല. അത് കറക്റ്റായിട്ടുള്ള ആ സിസ്റ്റം എങ്ങനെയെന്നുള്ളതിനെ പറ്റിയിട്ടും അതിൽ കൂടെ വരുമാന മാർഗം എങ്ങനെയെന്നുള്ളതാണ്. നമുക്ക് ഈ ബയോട്ടോറിയത്തിന്റെ മാട്രസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സുഹൃത്തിന്റെ അടുത്ത് നമുക്ക് വാങ്ങാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിനേക്കാളും നല്ല കമ്പനി ഉണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോഡക്റ്റുകൾ മുമ്പ് ഷോപ്പുകൾ കയറിയിട്ടൊക്കെ ആവശ്യത്തിന് വാങ്ങാം. പക്ഷെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ മൈൻഡും ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു വരുമാനം വാങ്ങുക എന്നുള്ളതാണ്. പക്ഷെ എന്തുകൊണ്ടോ ഇത്രയധികം സപ്പോർട്ടില്ല. ഒരു ഷോപ്പ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ തൊട്ടടുത്തൊരു ഷോപ്പുകാരൻ അതേപോലെ തുടങ്ങിയാൽ നമ്മളെ കച്ചവടം കംപ്ലീറ്റ് കൂട്ടിക്കും. അതേപോലെ തന്നെ ഒരു സഹായം ഉണ്ടാവില്ല, മാക്സിമം പാരവെപ്പ ഉണ്ടാകുക. അതേ സ്ഥാനത്ത് നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ നമ്മൾ സഹായിക്കാൻ അപ്ലൈൻ ആയിട്ടും ഡൗൺലൈൻ ആയിട്ടും ഒരുപാട് പിന്തുണ ഉണ്ട്. എന്നിട്ടും കുറെ ആളുകൾ പരാജയപ്പെടുന്നു. അത് എന്താന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ക്ലാസ് ആണ് വരുന്ന ബുധനാഴ്ച രാവിലെ 9:30 മണി മുതൽ വൈകിട്ട് 5 മണി വരെ കോഴിക്കോട് കൊയിലാണ്ടി മൂടാടി അവിടെ ഒരു ഗുരുവിന്റെ ആശ്രമമുണ്ട്, അവിടെ വെച്ചിട്ട് നടക്കാൻ പോകുന്നത്. ആ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു 200 രൂപ ഞങ്ങൾ ചാർജ് വാങ്ങുന്നുണ്ട്. അതായത് നിങ്ങളെ ഭക്ഷണത്തിന്റെ പൈസ മാത്രമാണ്. ബാക്കി ആ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരുന്ന അതിൽ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അതിൽ പങ്കെടുക്കുന്ന ആളുകളെ ഒരു പ്രത്യേക ഗ്രൂപ്പാക്കി മാറ്റിയിട്ട് അവർക്ക് മാസത്തിൽ 50,000 മേലെ വരുമാനം വാങ്ങുന്നത്. അതായത് ഞാൻ ഇന്നലെ പറഞ്ഞത് 10 ദിവസം 50,000 മേലെ എന്റെ അക്കൗണ്ടിൽ വാങ്ങുന്നത്. ഞാൻ ഇന്നലെ വെറുതെ രാത്രി നോക്കാണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇന്നലത്തെ 10 ദിവസം തന്നെ 1,10,000 എനിക്ക് 10 ദിവസം കൊണ്ട് എന്റെ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട്. പക്ഷെ ഇതിലിരിക്കുന്ന ആളുകൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഒരു 10,000 പോലും 10 ദിവസം കൊണ്ട് 10,000 പോലും വാങ്ങാത്ത ഒരുപാട് ആളുകളാണ് നമ്മളെ ഗ്രൂപ്പിലുള്ളത്. ഇങ്ങനെ പോയാൽ പറ്റൂല എന്നുള്ള ഒരു ബോധം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്താൽ പറ്റൂല. എന്താ വെച്ചാൽ ഒരുപാട് ആളുകൾ സാമ്പത്തികമായിട്ട് കഷ്ടപ്പെടുന്ന ആളുകളാണ്. അവർക്കൊരു സിസ്റ്റം കറക്റ്റായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ഒറ്റ ഇതിലാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്, ആ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ബിസിനസ്സിൽ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, നമ്മളെ സേവിയർ സാറും റാഫി സാറും ഒക്കെ കൂടിയിട്ട് 2,500 രൂപ കൊടുത്തിട്ട് 2 ഡേ ക്യാമ്പ്, എല്ലായിടത്തിലും 2 ഡേ ക്യാമ്പാണ്. ആ 2 ഡേ ക്യാമ്പിന്റെ അകത്തേക്ക് നല്ല നല്ല ട്രെയിനേഴ്സ് ആയിട്ടുള്ള ഒരു ഫുൾ ഡേ, ഫസ്റ്റ് ഡേ ഒരു ഫുൾ ഡേ ട്രെയിനർ ആയിട്ടുള്ള, അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ വന്നിട്ടുള്ള നമ്മള് സാസിൽ വെച്ച് നടത്തിയിട്ടുള്ള അജിത് സാറിന്റെ ഒരു പ്രോഗ്രാമാണ്. 1 ഡേ അജിത് സാറിന്റെ പ്രോഗ്രാം, സെക്കൻഡ് ഡേ നമ്മൾ എങ്ങനെ ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യുക, അങ്ങനെയുള്ള 2 ഡേ പ്രോഗ്രാമാണ്. 2,500 2,700 ഒക്കെയാണ് അവര് ഫീ വാങ്ങുന്നത്. അതിൽ നിന്ന് അവര് ഇത്ര ആളുകൾക്കേ പാടുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ വെക്കുന്നുണ്ട്. നമ്മളിപ്പോ ഇവിടുന്ന് ഒരു 2,500 ഒരു പ്രോഗ്രാം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒരു മാസം 10,000 പോലും വാങ്ങിയെടുക്കാത്ത ആളുകളോട് ഒരു 2,500 അല്ലെ 3,000 പ്രോഗ്രാം വെച്ച് തരാം അല്ലെ വെക്കണം എന്ന് പറയുന്ന സമയത്ത് അത് നമുക്ക് ലീഡേഴ്സ് ആയില്ല, നമുക്കത് പറയാൻ കഴിയുന്നില്ല. എന്താ വെച്ചാൽ ഇതിന്റെ അകത്തുള്ള ആൾക്കാരുടെ എല്ലാവരുടെയും സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം നമുക്കറിയാം. അതുകൊണ്ടാണ് ഇപ്പം ആ ഒരു ലെവലിലേക്ക് ഉയർത്തി കൊണ്ടുവരാനും നമുക്ക് 2,500 3,000 6,000 ഒക്കെ ട്രെയിനിങ് വെച്ചിട്ട് നമ്മൾ വേറെ ഒരു വൈബിലേക്ക്, ഒരു ഓണ്ടർപ്രണർ എന്നുള്ള രീതിയിൽ, സംരംഭകർ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ ബിസിനസ്സിനെ വളർത്തി കൊണ്ടുവരാൻ പറ്റും. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത്
ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായങ്ങൾ ഉണ്ടാവുക എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ബുധനാഴ്ച എത്ര ആളുകളുണ്ട്, പല ആൾക്കാരും പറയാൻ മടി, എന്തിനു പോകാനാ, അവര് ഷാജി സാറൽ തള്ളണ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകൾക്കും പറയാൻ എന്തോ ഒരു മടി. ഞാൻ കുറെ ആളുകൾ അതേ സ്ഥാനത്ത് ഞാനുണ്ടാവും എന്ന് പറയുന്ന അവരെ മതി ഞങ്ങൾക്ക്, അവരാണ് വേണ്ടത്. എന്നുവെച്ചാല് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്, ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി, നേരത്തെ പ്രദീപ് സാറ് പറഞ്ഞതുപോലെ തന്നെ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇന്ന് ഒരു കമ്പനി ഇന്ത്യയിൽ ഇന്ന് ഇങ്ങനത്തെ ഒരു കമ്പനി ഇല്ല. ഞാൻ പല ലീഡേഴ്സിനോടും പറയുന്ന സമയത്ത് ഇതിങ്ങനെ കൊടുക്കാൻ കഴിയുന്നു എന്നുള്ള, ഇത് കൊടുക്കാൻ പറ്റും. കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇപ്പം 2020 സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത്രയും കാലം അത് കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത കമ്പനി ഇപ്പം ചെറിയൊരു സമയത്താണ് ചെറിയൊരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുള്ളത്. അത് കമ്പനിക്ക് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലാണ് ഒന്നും കൂടെ അപ്ഡേറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടെ കൂടുതൽ പെർഫോമൻസ് ബോണസും കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടാണ് 7,750 6,750 പ്ലസ് 1,000 7,750 നമുക്ക് കമ്പനി തരുന്നത്. അത് വാങ്ങിയെടുത്താല് ഒരു മാസം 2 വാങ്ങിയെടുത്തിട്ടുണ്ടെങ്കിൽ 15,000 രൂപ അല്ലെ, 15,500 രൂപയായി. അപ്പൊ ആ 15,500 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നൊരു സാധാരണ കുടുംബത്തിലേക്ക് തന്നെ ഉണ്ടെങ്കിൽ ഒരു നല്ലൊരു വരുമാനമാണ്. അപ്പൊ നിലവിൽ ചെയ്യുന്ന ബിസിനസ്സിൽ ഞാനൊക്കെ എങ്ങനെയാണ് ഈ ബിസിനസിന്റെ അകത്ത് രക്ഷപ്പെട്ടത്, സാമ്പത്തികമായിട്ട് നേടിയെടുത്തത് എന്നുള്ളതിന്റെ ഒരു നല്ലൊരു ക്ലാസ് കൂടി ആയിരിക്കും. നമുക്ക് അതെങ്ങനെയാണ്, ആ സിസ്റ്റം എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി വളരെ വിശദമായി സംസാരിക്കുന്നതായിരിക്കും. വന്നിട്ടുള്ള ഞാൻ എന്തായാലും പങ്കെടുക്കും തീരുമാനിച്ചിട്ടുള്ള ആളുകൾക്ക് അത് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അതിലൊരു ഡൗട്ടും വേണ്ട. അതിൽ വരിക, ആ പ്രോഗ്രാമിന് പങ്കെടുക്കുക. അതിൽ പങ്കെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിജയം സുനിശ്ചിതം എന്ന് തന്നെ പറയാം. അത്രയും ഉറപ്പാണ്. 3 മാസം കൊണ്ട് തന്നിട്ടുണ്ടെങ്കിൽ ഇവരെ ഫോക്കസ് ചെയ്ത് ഞാൻ എന്തായാലും വരണം എന്നൊന്നും പറയാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ പിടിച്ച് ഞെക്കി പിഞ്ഞിട്ട് പൈപ്പിച്ചിട്ട് കാര്യമില്ല. എനിക്ക് വളരണം എന്ന് സ്വയം തോന്നുന്ന ആളുകൾക്ക് മാത്രമേ ഇതിൻ്റെ അകത്ത് വളരാൻ പറ്റുള്ളൂ. ഉറങ്ങുന്നവൻ എന്ത് ചെയ്യുക, തട്ടി വിളിച്ചാലും പെട്ടെന്ന് ഉണരും. ഉറങ്ങാൻ നടിച്ചിങ്ങനെ ഇരിക്കുന്ന ആളുകൾ ഉണ്ടാവും. എനിക്ക് ഇത്രയൊക്കെ മതി, എനിക്ക് ഇത്രയൊക്കെ ആവുള്ളൂ, എനിക്കിതേ കഴിയുള്ളൂ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ച് എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ തീരുമാനം എടുക്കണം, എനിക്ക് ഈ ബിസിനസിന്റെ അകത്ത് ഇത്രയും നല്ല കമ്പനിയാണ്, ഇത്രയും നല്ല പ്രോഡക്റ്റ് ആണ്, ഒരുപാട് അപ്ഡേഷൻസ്, ഡെയിലി അപ്ഡേഷൻസ് ഉണ്ട്. ചില കമ്പനികളൊക്കെ ഒരു പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു കാര്യം എന്ത് ചെയ്യില്ല, അറിയില്ല, അതിങ്ങനെ ചെയ്തു പോകുന്ന ആളുകളാണ് ഉണ്ടാകുക. MD-നെ പോലും ചിലപ്പോൾ ഒന്ന് കാണാൻ പറ്റില്ല. നമ്മളെ MD ഒക്കെ എന്നുണ്ടെങ്കിൽ ഏത് സമയവും നമ്മളെ മുന്നിൽ ഇങ്ങനെ വെട്ടിത്തിളങ്ങിക്കൊണ്ട് സൂര്യ തേജസ്സായി നിന്നുകൊണ്ടിരിക്കുന്ന ആളാണ് സാഗർ ജോഷി എന്ന് പറയുന്ന ആള്. എന്തായാലും അയാളെ നേരിട്ട് കാണണമെങ്കിൽ പോലും ഞാൻ ഇന്ന് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പോകാൻ തയ്യാറാണ്. പക്ഷെ എന്താ വെച്ചാൽ ഇതിലുള്ള ആളുകളെ സംബന്ധിച്ച് തന്നെ ഇതിൽ നിന്ന് വരുമാനം, അല്ലാണ്ട് പുറത്ത് നമ്മൾ പണിയെടുത്തിട്ട് വരുമാനം ഉണ്ടാക്കിയിട്ട് അവിടെ പോയി കണ്ട് കുറെ ആൾക്കാർ അങ്ങനെ വന്നു പോയ ആളുകളുണ്ട്. അതേ സ്ഥാനത്ത് ഇതിൽ നിന്ന് വരുമാനം കിട്ടുന്ന ഒരു ചെറിയൊരു ടീം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ ടീമിനെയും കൊണ്ടുപോകാനും അങ്ങനെ തയ്യാറായിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഏറ്റവും അടുത്ത ദിവസം തന്നെ, ഇപ്പം ഞങ്ങള് അന്വേഷിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഒന്ന് അവിടെ പോകുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ സംസാരിച്ച് നോക്കിയപ്പോൾ പുതിയ പ്രൊഡക്റ്റുകളുടെ എന്താ വെച്ചാല് കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ കുറെ പ്രൊഡക്റ്റുകൾ കമ്പനി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആ പ്രോഡക്റ്റുകളൊക്കെ അതിന്റെ എന്താ പറയാ ഓണേഴ്സുമായിട്ട് MD സംസാരിക്കുകയാണ്, പല സ്ഥലത്തും പോകുന്നു അത് ഇത്. അപ്പൊ അതിന്റെ തിരക്കിൽ MD അതിന്റെ തിരക്കാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാലും എത്രയും പെട്ടെന്ന് തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ആ പ്രോഗ്രാം അവിടെ നിന്ന് പോവും എന്നുള്ള തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഈ വരുന്ന ബുധനാഴ്ചത്തേക്ക് മാക്സിമം ആളുകളെ ഞാൻ ഇനിയും പിന്നെയും പറഞ്ഞു പോവുകയാണ്. എന്നാലും പറയാണ്, ആ പ്രോഗ്രാമിന് പങ്കെടുത്ത് കഴിയുന്നവർക്ക് 3 മാസം അതിന്റെ മാറ്റം അറിയാൻ പറ്റും. 100% മാറ്റം അറിയാൻ പറ്റുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇനി കൂടുതൽ ദീർഘിക്കുന്നൊന്നുമില്ല. ഞാൻ വേറെ എന്തൊക്കെയോ പറയാമെന്നൊക്കെ കരുതിയിട്ടുണ്ട്. ഇനി തൽക്കാലം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിലിനി എന്തെങ്കിലും പറയാനുണ്ടോ വിനീഷ? നാളത്തെ ഒരു ദിവസം ബാക്കിയുള്ളൂ, മറ്റന്നാളാണ് പ്രോഗ്രാം. അത് കഴിഞ്ഞിട്ട് ബാക്കി സംസാരിക്കുന്നല്ല നല്ലത്. ഓക്കെ. അപ്പൊ എന്നാല് കുറെ കാര്യങ്ങള് ഇതിൽ ഞാൻ ഇല്ലാന്ന് ഇപ്പൊ തീരുമാനിക്കുന്നവർക്ക് പിന്നെ ഒരു കാലത്ത് വളരെ സങ്കടപ്പെടേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു സുദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ ഒരു ഓർമ്മപ്പെടുത്തലും കൂടി.
അവിടെ വരുന്നവര് ഇന്നലെ സാറ് പറഞ്ഞില്ലേ, നോട്ട് ബുക്കും പെന്നൊക്കെ എടുത്ത് വരണം. ആ കൂട്ടത്തിൽ കഴിഞ്ഞ ആഴ്ച ലിസ്റ്റ് ഇട്ട ലിസ്റ്റും എടുത്ത് വരാൻ വേണ്ടിട്ട് ഒന്ന് ഓർമ്മിക്കണം അവിടെ വരുന്ന ആൾക്കാർ. നമ്മളെ ഗ്രൂപ്പിലിട്ട ലിസ്റ്റ്. അതെ, ആയിക്കോട്ടെ. അപ്പോ ഇതിലുണ്ടാവുമല്ലോ, എല്ലാവരും ഉണ്ടാവില്ല. നമ്മൾ ഇതിലുള്ള ലീഡേഴ്സ് എല്ലാവരും കൂടെ കൂടിയിട്ട് അവർ തന്നെ അവരുടെ ടീമിലേക്ക് പറഞ്ഞാൽ മതി. മാക്സിമം ആളുകളെ ആ പ്രോഗ്രാമിലേക്ക് പങ്കെടുപ്പിക്കുന്ന ആളുകളായിരിക്കും. എന്താ പറയാ, നിങ്ങൾക്ക് വിജയിക്കാൻ വേണമെങ്കിൽ എന്ത് ചെയ്യാ, നിങ്ങളുടെ കൂടെ വരുന്ന ആളുകളെ നിങ്ങൾ ഈ പ്രോഡക്റ്റ് സെയിൽ നടത്തുന്ന രീതിയിലേക്കല്ല ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടത് എനിക്കറിയില്ല. ഈ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഏത് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും വിൽക്കാൻ കഴിയും. പക്ഷെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന് വേറെ തന്നെയാണ് സിസ്റ്റം. അപ്പൊ അത് എങ്ങനെയാന്നുള്ളത് നമുക്ക് അവിടുന്ന് വിശദമായിട്ട് സംസാരിക്കാം. നമ്മൾ കഴിയുന്നതും നേരത്തെ വരിക. ഞാൻ 9:30 മണിയാകുന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്ന രീതി, ട്രെയിനിൽ വരുന്ന ആളുകൾ നേരത്തെ വിളിച്ചു പറയുകയാണെങ്കിൽ 9:30 മണിന്റെ മുന്നേ തന്നെയായിട്ട് ഞാൻ എന്ത് ചെയ്യും, റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാവും. എന്റെ വണ്ടിയിൽ അവിടെ ഇറക്കി തരും. എത്ര ആളുകൾ ഉണ്ടെങ്കിലും ഞാൻ ട്രിപ്പ് അടിക്കും. അതുപോലെ തന്നെ എല്ലാ വണ്ടിയിലും അത് വരുന്ന ആളുകൾ നേരത്തെ അറിയിക്കാം. അപ്പോ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്തായിട്ട് അറിയിക്കുകയാണ്. അപ്പൊ നാളെ 7 AM ക്ലബ്ബിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു സുദിനം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.